ഹായ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞ് നമ്മുടെ വടക്കൻ യാത്ര അങ്ങനെ വടകര കഴിഞ്ഞപ്പോൾ അതായിപ്പോൾ കോഴിക്കോടാണ്. ഇവിടെ കോഴിക്കോട് ബീച്ചിൽ അങ്ങനെ നിൽക്കുമ്പോൾ ബീച്ചിൽ മാത്രമല്ല അന്തരീക്ഷ താപനിലയ്ക്ക് ചൂട് കൂടുതൽ, പ്രചരണത്തിനും 100 ഡിഗ്രി അങ്ങനെ വെച്ചടി ഭൂരിപക്ഷം ഉയർത്തുന്ന എം കെ രാഘവനെ മൂന്നാം ഊഴം പൂർത്തിയാക്കി നാലാം ഊഴത്തെ തടയിടാൻ എളമരം കരീമിന് കഴിയോ എന്ന ആദ്യ ചോദ്യം അവിടെ നിൽക്കുന്നു. പൗരത്വ ഭേദഗതി അടക്കം ഇലക്ട്രൽ ബോണ്ട് അഴിമതി അടക്കം ചർച്ചയാകും. ദേശീയ വിഷയങ്ങൾ സജീവ ചർച്ചയാകും. തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് എത്ര വോട്ട്? ഉത്തരങ്ങൾ തേടാം. ഇവിടെ രാഷ്ട്രീയം പറയാം. വെൽക്കം ടു കോഴിക്കോട് ബീച്ച്, വെൽക്കം ടു ഫ്രീഡം സ്ക്വയർ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എം ഗിരീഷ്, KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KM അഭിജിത്ത്, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ എന്നിവർ മൂന്ന് മുന്നണികൾ അവരുടെ നിലപാടുകൾ പറയാനുണ്ട്. പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാർ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നു. ആദ്യം ശ്രീ ഗിരീഷ്. ശ്രീ ഗിരീഷ്, ഇവിടെ എം കെ രാഘവൻ MP 838 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തുടങ്ങി. അത് 16,000 ഉയർത്തി. 16,000 നിന്ന് 19,500 ഭൂരിപക്ഷം എന്നുള്ള ആധികാരിക ഭൂരിപക്ഷത്തിൽ നാലാം ഊഴം തേടുകയാണ്. എളമരം കരീമിനോട് കൂട്ടിയാൽ കൂടുവോ? കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. രാഷ്ട്രീയ സാഹചര്യം എല്ലാം മാറി. 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നെല്ലാമുള്ള പ്രചരണത്തിന്റെ മുകളിലാണ് വലിയ ഭൂരിപക്ഷം എല്ലാം കിട്ടിയത്. ആ രാഷ്ട്രീയ സാഹചര്യം എല്ലാം മാറി. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി. കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു പ്രതീക്ഷ ആർക്കുമില്ല. കോൺഗ്രസിനെ ആരും വിശ്വസിക്കുന്നില്ല. ഹേമന്ത ബിശ്വാസ് പറഞ്ഞതുപോലെ കോൺഗ്രസ് BJPയുടെ വിൽക്കാൻ വേണ്ടി വെച്ച ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാലത്ത് അതെ നമ്മളെ അസം മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഇപ്പൊ BJPയുടെ മുഖ്യമന്ത്രിയായി. ഹിമാചൽ പ്രദേശിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ 6 ഞങ്ങൾ വാങ്ങി, ബാക്കി വാങ്ങാൻ വേണ്ടി പോകും, ഞങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഈ നിലയിലേക്ക് കോൺഗ്രസിന് ഒരു നിലയിലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള നിലയിലേക്ക് കേരള ജനതയും രാജ്യത്തെ ജനങ്ങളും എത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായും കോഴിക്കോട് അതിനോടൊപ്പം നിൽക്കും. വലിയ മുന്നേറ്റം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തവണ അത്ഭുതകരമായ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം കോഴിക്കോട് വിജയിക്കും. അല്ല, ഇവിടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എം കെ രാഘവനെ പറ്റി മോശമായൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ എളമരം കരീം തന്നെയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പക്ക പേഴ്സണാലിറ്റിയാണ്. എന്താണ് അദ്ദേഹം ഈ 15 വർഷത്തിനിടയിൽ ഈ കോഴിക്കോട് ചെയ്തതെന്ന് കോഴിക്കോട്ടുകാർക്ക് അറിയാം. അദ്ദേഹം ഇങ്ങനെ ധാരാളം വീരവാദങ്ങൾ മുഴക്കുന്നു എന്നുള്ളതല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ, തൊട്ടു കാണിക്കാൻ ഈ കോഴിക്കോട് എന്ത് വികസനമാണ് കഴിഞ്ഞ വർഷത്തിനിടയിൽ നടത്തിയത്? 2, ഇന്ത്യൻ പാർലമെന്റിൽ പോയി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? ഈ പാർലമെന്റിലെ പെർഫോമൻസ് എല്ലാം MP-മാരുടെ പെർഫോമൻസ് എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ആകെ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ ഈ 17ാം ലോക്സഭയിൽ എണീറ്റ് നിന്നത് 54 തവണയാണ്. രാജ്യസഭയിൽ എളമരം കരീമിന്റെ അതേ പ്രൊഫൈൽ എടുത്തു നോക്കിയാൽ അദ്ദേഹം നടത്തിയ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. 554 തവണ അദ്ദേഹം വിവിധ നിലകളിലേക്ക് ഇടപെട്ടു. 3 സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു. ഇന്ത്യയുടെ മതനിരപേക്ഷതയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ജനങ്ങൾക്കെതിരായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടും എല്ലാം വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഇന്ത്യൻ പാർലമെന്റിൽ എളമരം കരീം നടത്തിയ ഒരു ദേശീയ 3 ടേം പൂർത്തിയാക്കി 4ാം ടേമാണ്. അപ്പൊ 3 ടേം എന്ന് പറയുമ്പോൾ എന്തായാലും സ്വാഭാവികമായി ആന്റി ഇൻകംബൻസി ഉണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞാണ് ET മുഹമ്മദ് ബഷീർ മണ്ഡലം മാറാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ 4ാം തവണയും എന്ന ജനവിധി തേടിയേക്കാം എന്ന തീരുമാനം UDFന്റെ വാട്ടർലൂ ആവും ഇക്കുറി? ഒരു വാട്ടർലൂവും ആകില്ല. നേരത്തെ CPMന്റെ പ്രതിനിധി പറഞ്ഞ പോലെ എം കെ രാഘവൻ എന്താണ് എന്ന് കോഴിക്കോടിന്റെ ജനങ്ങൾക്കറിയാം. എം കെ രാഘവൻ എന്ത് ചെയ്തു എന്നും കോഴിക്കോടിന്റെ ജനങ്ങൾക്കറിയാം. 4ാമത്തെ തവണയും ചരിത്ര ഭൂരിപക്ഷത്തിന് എം കെ രാഘവൻ പാർലമെന്റിലേക്ക് കടന്നു പോകുമെന്ന കാര്യത്തിൽ തർക്കവും നിങ്ങൾക്ക് വേണ്ട. നോക്കൂ, ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എം കെ രാഘവൻ മുന്നോട്ട് വെച്ച വികസനത്തെ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇവിടെ പാവപ്പെട്ടവൻ ഞാൻ ഈ സന്ദർഭത്തിൽ CPMന്റെ പ്രതിയോട് പറയുന്നു, അങ്ങയ്ക്ക് കോഴിക്കോടിന്റെ വികസനം രാഘവൻ എന്ത് ചെയ്തു എന്ന് അറിയില്ലെങ്കിൽ ശ്രീ എം കെ രാഘവൻ എന്ത് ചെയ്തു എന്ന് അങ്ങയെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കൂടെ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാഹനത്തിൽ വന്നാൽ പ്രധാനപ്പെട്ട പദ്ധതികൾ അങ്ങേക്ക് കാണിച്ചു തരാം. കാണാൻ അങ്ങ് തയ്യാറാണെങ്കിൽ അങ്ങയെ വെല്ലുവിളിക്കുന്നു. ഞങ്ങളുടെ ചെലവിൽ ഒരു മിനിറ്റ് ഞാൻ പറയാം. 1 മിനിറ്റ് നിങ്ങള് ഇത് നോക്കൂ. ഒരുപാട് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. കോഴിക്കോട് എന്ന് പറയുന്ന കോഴിക്കോട് പാർലമെന്റിൽ കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനത്തിന് നേതൃത്വം കൊടുത്ത ഒരു MP-യാണ് എം കെ രാഘവൻ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങള് ഉറങ്ങുന്ന ആളുകളെ ഉണർത്താൻ എളുപ്പ, പക്ഷെ ഉറക്കം നടിക്കുന്ന ആളുകളെ ഉണർത്താൻ വലിയ പ്രയാസം. ഉറക്കം നടിക്കുന്ന CPMന്റെ നേതാക്കളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ വെറുതെ ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുക. PMSSY പദ്ധതിയിൽ 120 കോടി രൂപ കൊണ്ടുവന്ന്
പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ PMSSY പദ്ധതിയിൽ കോഴിക്കോടിന്റെ മെഡിക്കൽ കോളേജിൽ 120 കോടി കൊണ്ടുവന്നു എന്നത് 66 വർഷക്കാലത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് എന്ന് അങ്ങ് മനസ്സിലാക്കാം. ഒരു മിനിറ്റ് ഞാൻ പറയാം, അങ്ങനെ പറയാമല്ലോ. നിങ്ങള് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ബീച്ചിലാണ്. നോക്കൂ, തൊട്ടപ്പുറത്ത് ബേപ്പൂർ ഒരു ഹാർബർ ഉണ്ട്. ഇതിനിപ്പുറത്ത് പുതിയാപ്പയിൽ ഹാർബർ ഉണ്ട്. 2 ഹാർബറുകൾ നിൽക്കുമ്പോ മൂന്നാമതൊരു ഹാർബറിന് സാധ്യത ഇല്ലാതിരുന്ന ഇടമാണ് ഈ കോഴിക്കോട്. പക്ഷെ തീരദേശ ജനങ്ങളുടെ ആവശ്യം, ഞങ്ങൾക്ക് വെള്ളയിൽ ഒരു ഹാർബർ വേണം. നിൽക്കുന്നതിന് കുറച്ചപ്പുറത്ത് മീറ്ററുകൾ മാറി അങ്ങനെ ഒരു ഹാർബർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന നേതാവിന്റെ പേര് MK രാഘവൻ എന്നാണ്. ഞാൻ ഏത് വർഷമാണ് വെള്ളയിൽ പ്രോജക്ടിന്റെ ഹാർബറിന്റെ പ്രോജക്ട് സമർപ്പിച്ചത്? ഏത് വർഷമാണ് വെള്ളയിൽ പ്രോജക്ടിന്റെ ഈ എട്ടുകാലി മമ്മൂഞ്ഞൻകാരേക്കാൾ മോശമായി CPM മാറില്ലേ? കുറച്ച് രേഖകളുണ്ട്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ഇവിടെ വന്നപ്പോ CPM-കാർക്ക് അസ്വസ്ഥത. MK രാഘവൻ എന്ത് ചെയ്തു എന്ന് പറയാൻ അവർ അനുവദിക്കുന്നില്ല. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ അവർ അസ്വസ്ഥതയാ. ഞാൻ കൃത്യമായ സമയം എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ നൽകാം. വേണമല്ലോ. നുണകൾ ഇവർ പറയുമ്പോൾ ഇന്നിപ്പോ ഇന്ത്യ മുന്നണി 28 പാർട്ടികളുള്ള ഒരു മഹാറാലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 50 കോടിയിലധികം തന്ന ഒരാളുടെ വാക്ക് കേട്ട് അരവിന്ദ് കെജ്രിവാൾ ജയിലിലിട്ടതിനെതിരെ പ്രതിഷേധമാണ്. അത് ചർച്ചയാകുന്നു. പൗരത്വ ഭേദഗതി ചർച്ചയാകുന്നു. ഇലക്ട്രൽ അഴിമതി എന്ന കൊടി അഴിമതി ചർച്ചയാകുന്നു. ഇവിടെ BJPക്ക് ദേശീയ വിഷയങ്ങൾ സജീവമായി ചർച്ചയാകുമ്പോൾ BJPക്ക് പ്രതീക്ഷയുണ്ടോ സജീവൻ? തീർച്ചയായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്ന വികസന പദ്ധതികളൊക്കെ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികളാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലും ചർച്ചയാവുന്നത്. അതിന് ഫ്ലക്സ് വെച്ച് പരസ്യം നൽകുക എന്നതിൽ കവിഞ്ഞ് ഒരു പ്രവർത്തനവും ശ്രീ MK രാഘവൻ MP എന്നുള്ള നിലയിൽ ഇവിടെ ചെയ്തിട്ടില്ല. ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ 2004 മുതൽ 2014 വരെ ഈ 2 കൂട്ടരും ഒരുമിച്ച് ഭരിച്ച ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഈ ഗീർവാണമൊക്കെ പറയേണ്ടിയിരുന്നത്. ഇപ്പൊ പറയുന്ന റെയിൽവേ വികസനം, മെഡിക്കൽ കോളേജിന്റെ 196 കോടി, ഹൈവേ വികസനം ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ ദേശീയ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ അമൃത് പദ്ധതിയിലൂടെ കഴിഞ്ഞ പോയ വർഷം മാത്രം 432 കോടി രൂപ ഈ കോഴിക്കോട് സിറ്റിയിൽ കേന്ദ്ര സർക്കാരിന്റെ ചെലവ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അഴിമതിയാണെങ്കിലും ഇന്ന് പ്രതിപക്ഷത്തെ അഴിമതിയെ കുറിച്ചിട്ടാണല്ലോ ഇന്ത്യ രാജ്യം മുഴുവൻ ചർച്ച. എന്താണ് പ്രതിപക്ഷ കക്ഷികളെ അഴിമതി നടത്തിയത് കൊണ്ടാണല്ലോ ഈ ED പോയിട്ട് കയറുന്നതും ജയിലിലേക്ക് പോവേണ്ടിയൊക്കെ വരുന്നത്. അല്ലല്ല, ഈ രാജ്യം ലോകത്തിന്റെ അഴിമതി പട്ടികയിൽ 10 രാജ്യങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ളത് ഈ 2004 മുതൽ 2014 ഭരണകാലത്താണ്. പട്ടികയിൽ 10ാമത് എത്തിയത് ഏത് കണക്കാണ്? അതിനേക്കാൾ കൂടുതലാണോ? ഇപ്പൊ എത്രയാണ്? ലക്ഷക്കണക്കിന് പറഞ്ഞു പോരുത്. അഴിമതി ചർച്ച ചെയ്തിട്ടുള്ള കാലഘട്ടം അഴിമതി പട്ടികയിൽ 10ാം താങ്കൾ പറഞ്ഞു. ഏത് കണക്ക് പ്രകാരമാണ്? 10ാം സ്ഥാനത്തുള്ളത്? കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ ഗിരീഷ് എന്നെ വിളിച്ചു. പാർട്ടി പ്രമേയം ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ട് പാർട്ടി പ്രമേയം ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പഠിച്ച കാര്യം മാത്രം അടിച്ചേൽപ്പിക്കുന്നത്. അഴിമതിയുടെ കാര്യം ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ചർച്ച ചെയ്തിട്ടുള്ളത് 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ UPA എന്ന് പറഞ്ഞുകൊണ്ട് LDF-ഉം UDF-ഉം ഒരുമിച്ച് പിന്താങ്ങിയിട്ടുള്ള സർക്കാരാണ്. ആ കാലഘട്ടത്തിലാണ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഈ രാജ്യം ചർച്ച ചെയ്തത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഈ രാജ്യത്തെ അഴിമതി രഹിത രാജ്യമാക്കി മാറ്റി, സുരക്ഷിത ഇന്ത്യയാക്കി മാറ്റി, വികസിത ഇന്ത്യയാക്കി മാറ്റി. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ വോട്ട് നേടുന്നത്. ഈ കോഴിക്കോട്ടും ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ
വികസന കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞു ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ 10ാമത്, അങ്ങനെ ഒരു കണക്കൊന്നാമതില്ല. രണ്ടാമത് കണക്കുണ്ട്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ ഈ പറയുന്ന വേൾഡ് കറപ്ഷൻ ഇൻഡെക്സിൽ 2000 പോയ വർഷത്തേക്കാൾ 84 ഇത്തവണ 94 സ്ഥാനം പിടിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ സ്ഥാനം. അതുകൊണ്ട് ഇല്ലാത്ത കണക്ക് പറഞ്ഞ കണക്ക് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഗ്ലോബലായിട്ട് ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ വർദ്ധിച്ചോ ഇല്ലയോ? അഴിമതി ഇൻഡെക്സിൽ കുറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഗ്ലോബലായിട്ട് ഭാരതത്തിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിച്ചിട്ടുണ്ടോ ഇന്ത്യ ഇല്ലയോ? അല്ല, അഴിമതി കണക്ക് പറയുകയാണെങ്കിൽ 84 താന്നു. അഴിമതിയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇലക്ട്രൽ ബോണ്ട് കോടിയഴിമതി. ശരി രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഇലക്ട്രൽ ബോണ്ട് വഴി പണം മേടിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി കാര്യങ്ങൾ. ഒന്ന്, വെള്ളയിൽ ഹാർബറിന്റെ പ്രോജക്ട് കൊണ്ടുവന്നത് 2006 എ പ്രദീപ് കുമാർ MLA മെഡിക്കൽ കോളേജിലെ PSSY പ്രോജക്ട് കൊണ്ടുവന്നത് ശ്രീമതി ടീച്ചറുടെ കാലത്ത് 2007 ഈ രണ്ട് ഘട്ടത്തിലും ഇദ്ദേഹം കോഴിക്കോട്ടെ MP പോലും അല്ല. 2009ലാണ് അദ്ദേഹം ഇവിടെ MP ആവുന്നത്. അതുവരെ അദ്ദേഹം ഇവിടെ MP പോലും അല്ല. ഞാൻ വരാൻ തയ്യാറാണ്. അഭിജിത്തിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. എന്താണ് ഈ 15 വർഷത്തിലുള്ള തൊട്ടു കാണിക്കാൻ ഇന്ന സ്ഥലത്ത് മെഡിക്കൽ കോളേജിൽ നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇതുപോലൊരു കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ഒരു ചർച്ചയ്ക്കിടയിൽ പറഞ്ഞു, 1 രൂപ ഒരു ചില്ലിക്കാശ് ലാപ്സാക്കിയാൽ രാഘവൻ ലാപ്സാക്കിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അയാളുടെ സ്ഥാനാർത്ഥിത്വം എന്ത് ചെയ്യുമെന്ന് പിൻവലിക്കുമെന്ന് പറഞ്ഞു പോയി. നിങ്ങളെ പോലെ അഭിജിത്ത് സ്വന്തം പേര് മാറ്റി പറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ. ഈ വാക്കും നിങ്ങൾ മാറ്റി പറയില്ലേ? ഒന്ന് ഈ ക്യാപ്സ്യൂളുകളുടെ നിലവാരം ഇതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. ഒന്ന് പറയട്ടെ. നിങ്ങൾ ഈ വിറളി പിടിക്കുന്ന CPM-കാർ എന്തും പറയുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു മിനിറ്റ് ഇത് ഹാഷ്മി, അങ്ങേക്ക് 2 രേഖകൾ ഞാൻ തരാം. ഒന്ന് 2014 ഒരു മിനിറ്റ് തീർച്ചയായിട്ടും വരാമല്ലേ? ആ വരാമല്ല മാത്രമല്ല ഹാഷ്മി, ഈ രേഖയൊന്ന് വെറുതെ ഈ പൊതുസമൂഹത്തിന് മുൻപാകെ ഞാൻ അവതരിപ്പിച്ചു തരാം. അന്ന് 2012 ഈ രാജ്യത്തിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന ഗുലാം നബി ആസാദിന് ശ്രീ MK രാഘവൻ കൊടുത്ത കത്തിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി. ഒരു മിനിറ്റ് ഇത് ഈ ചർച്ചകളെയെല്ലാം പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു മിനിറ്റ് ഐ വുഡ് ലൈക്ക് ടു ഇവിടെ പരിജ്ഞാനമുള്ള ആളുകളാണല്ലോ നിൽക്കുന്നത്. ഇവിടെ പരിജ്ഞാനമുള്ള ആളുകളാണല്ലോ നിൽക്കുന്നത്. ഒരു മിനിറ്റ് നിങ്ങളെ വികസനം പറയുമ്പോ നോക്കൂ, എല്ലാ ചർച്ചകളിലും വികസനത്തെക്കുറിച്ച് MK രാഘവന്റെ ഇടപെടലുകളെ കുറിച്ച് പറയുമ്പോ ആ ചർച്ചകളെ അസ്വസ്ഥതയുണ്ടാക്കുന്ന CPM നേതാക്കളോട് സൂചിപ്പിക്കുന്നു. 2012 അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീ ഗുലാം നബി ആസാദ് തന്നിരിക്കുന്ന മറുപടി അങ്ങേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേക്കണേ. ഒന്ന് CPM പ്രതികളെ കാണിച്ചു കൊടുക്കാം. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഈസ് ബീയിങ് കൺസിഡർഡ് ഫോർ അപ്ഗ്രഡേഷൻ ഇൻ 3rd phase ഓഫ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന PMSSY. നോക്കണ്ടേ ഒരു മര്യാദ വേണ്ടേ? ഇവിടെ ടീമുകൾ ഒരു നിങ്ങൾ വരൂ. എന്താ സംശയം? ഗവൺമെന്റ് കൊടുത്തു.
ഞാൻ എന്റെ മുൻപിലുള്ള രേഖകളുമാണ് ഈ സമൂഹത്തിനുണ്ടായ സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്റെ പൊന്ന് ശ്രീ ഗിരീഷ്, നമുക്ക് അവിടെ പോയി ചർച്ച നടത്താം. ഇവിടെ രാജ്യസഭ MP ആയിക്കൊണ്ട് ഒരു MP ആണല്ലോ ഇപ്പൊ LDF-ന്റെ കരീമിക്ക, മുസ്ലിം മേഖലയിൽ പോയിട്ട് കരീമിക്ക എന്ന് പേര് പ്രചരിപ്പിച്ചുകൊണ്ട് മത്സരിക്കുന്നത്. ആ MP കേരളത്തിലോ കോഴിക്കോടിനോ എന്ത് വികസനം ചെയ്ത് പല വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിച്ചതായിട്ട് എന്റെ അറിവിലുണ്ട്. അയാൾ ചെയ്ത ഒരു വികസനം തിരുവണ്ണൂർ കോട്ടയിൽ തുറപ്പിച്ചത് കോഴിക്കോട്ടെ ജനങ്ങൾ മുഴുവൻ കാണുന്ന ചർച്ചയാണല്ലോ. ശ്രീ ഗിരീഷ് അടക്കം കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ചർച്ചയിലും ഇതുപോലെ കുറെ ക്യാപ്സ്യൂൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ കാര്യം MP ഫണ്ട് ലാപ്സ് ആവുന്നു. ഒരു MP ഫണ്ട് ലാപ്സ് ആവുന്ന കണക്കൊന്ന് പറയണമെന്ന് നിങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങള് കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറി ഒന്ന് കേൾക്കേണ്ട ക്യാപ്സ്യൂൾ കുഞ്ഞെ ഒന്ന് കേൾക്കണ്ടേ? ഹഷ്മി, ഞാൻ ഹഷ്മിക്ക് ഗവൺമെന്റിന്റെ കയ്യിലുള്ള MP ലാഡ്സിലെ ഇന്നത്തെ റിപ്പോർട്ട് തരാം. ശ്രീ MK രാഘവന്റെ പാർലമെന്റ് മെമ്പർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആകെയുള്ള ഫണ്ട് എന്ന് പറയുന്നത് 17 കോടി രൂപയാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന പദ്ധതിക്ക് കൊടുത്ത തുക 19,30,910. ഒരു മിനിറ്റ് ആ MP ലാൻഡ് സൈറ്റിൽ നോക്കൂ. 98 ലക്ഷം രൂപയുടെ ഓൺഗോയിങ് വർക്കുകളും ഈ CPM-കാർക്ക് എന്തും പറയാനുള്ള സമയം കൊടുത്തല്ലോ. CPM-കാരൻ ഇവിടത്തെ രാജ്യസഭാ MP-യുടെ കാര്യം കൂടി കേൾക്കുന്നേ. ഇവിടത്തെ രാജ്യസഭാ MP ആണല്ലോ മത്സരിക്കുന്നത്. 19.5 കോടി രൂപയാണ് രാജ്യസഭ അദ്ദേഹം കൊടുത്തവർക്ക് 21 കോടി 31 ലക്ഷം പറയുന്നത്. ശ്രീ ഗിരീഷ ഇവിടെ പറയാണ്, എളമരം കരീം മുസ്ലിം മേഖലയിൽ പോകുമ്പോൾ കരീമിക്കാവുന്നുണ്ടോ? കോഴിക്കോട്ടുകാർ പ്രായമായവരെ ഇക്കാക്കെന്ന് വിളിക്കും, ഏട്ടാന്ന് വിളിക്കും. ഇവര് KPCC പ്രസിഡന്റ് അതേ വ്യത്യാസമുള്ളൂ. അതായത് ഒരു ഭാഗത്ത് കരീം കെ ആണെങ്കിൽ MK രാഘവൻ ഹിന്ദു ഭവനങ്ങളിൽ പോയിട്ട് പറയുന്നത് ഞാൻ സനാതന ഹിന്ദുവാണ്, ഞാൻ പരമഭക്തനാണെന്ന് പറയുന്നത്. CPM ആയാലും ശരി, BJP-ക്കാരോടും പറയുന്നു, CPM-കാരോടും പറയുന്നു, BJP-ക്കാരോടും പറയുന്നു, CPM-കാരോടും പറയുന്നു, കോഴിക്കോടിന് മഹിതമായ ഒരു ചരിത്രമുണ്ട്. അത് മതേതരത്വത്തിന്റെ ചരിത്രമാണ്. എന്തൊക്കെ വെച്ച് CPM BJP വന്നാലും കോഴിക്കോട് കോഴിക്കോട്ടുകാര് മൂത്ത ആൾക്കാരെ ഏട്ടാന്ന് വിളിക്കും, ഇക്കാന്ന് വിളിക്കും. എന്തായാലും K. സുധാകരൻ സതീഷിനെ വിളിച്ച് ആ വിളി വിളിക്കില്ല. ചോദ്യം ഇതാണ്. ഇന്ത്യ
ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്നു. കേരളം മുതൽ കാശ്മീർ വരെ സംഘടനാ സ്വാധീനമുള്ള സമയത്ത് 1992 ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ മിണ്ടാതിരുന്ന ഒരു ചെറുവിരൽ അനക്കാത്ത നിങ്ങൾ ഇപ്പൊ ഈ കൂടി അലമ്പുണ്ടാക്കാൻ വന്ന ആളുകൾക്ക് BJP-യുടെ വ്യക്തിത്വം പറയുന്നതിനാണ് കൂടുതൽ ആവേശത്തോടുകൂടി കൈയടിക്കുന്നത് എന്നുള്ളത് സാന്ത്വനപേര് ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു പാർലമെന്റിലെ MK രാഘവൻ MP-യുടെ പെർഫോമൻസിനെ പറ്റി. ഒറ്റ കാര്യം ഈ രാജ്യത്തിനകത്ത് കന്നുകാലി നിരോധന നിയമം രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയപ്പോൾ ആ നിയമത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ രാജ്യത്തിനകത്ത് സസ്പെൻഷൻ ഏറ്റെടുക്കേണ്ടി വന്ന ഏക MP-മാരിൽ 6 MP-മാരിൽ ഒരാളാണ് MK രാഘവൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നിരന്തരമായി രാജ്യത്തിനകത്ത് ഈ വർഗീയ ശക്തികൾക്കെതിരെ ശബ്ദം ഉയർത്തിയതിന്റെ പേരിൽ രാജ്യത്തിനകത്ത് സസ്പെൻഷൻ ഏറ്റെടുക്കേണ്ടി വന്നയാളാ ഈ എളമരം കരീം എന്ന് പറയുന്ന രാജ്യസഭയിലെ MP. അദ്ദേഹം സസ്പെൻഷൻ പോയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് മര്യാദക്ക് സംസാരിക്കാൻ പോലും തയ്യാറാകാത്തയാള് ഇവിടെ വന്നിട്ട് വലിയ ഗീർവാണം പറയുന്നതിൽ എന്ത് അർത്ഥമാണെന്നുള്ളതാണ് പറയാനുള്ളത്. ശരി ഞാൻ മറുപടി എത്തും. ഒരുപാട് ചർച്ചകൾ ബാക്കിയാണ്. ചെറിയൊരു ഇടവേള. അരുത്. അപ്പോ അരുത്. അതായത് ഇടവേളയിലും രാഷ്ട്രീയ ചർച്ച ചെയ്യാണ്. അപ്പൊ കോഴിക്കോട് നമ്മൾ രാഷ്ട്രീയ ചർച്ച. അപ്പോ ദയവായിട്ട് ചോദ്യം, ഒറ്റ ചോദ്യം. എന്താണ് എനിക്ക് CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്. ചോദ്യം. പ്രതിനിധിയോട് ഇന്ത്യയിൽ 543 പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട്. അതിൽ BJP-യോട് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി, 2ാം സ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ പലയിടത്തും നോക്കുന്നുണ്ട് കോൺഗ്രസിനെതിരെ. 1ാം സ്ഥാനത്തിന് വേണ്ടി ഇന്ത്യയിൽ BJP-യോട് നേരിട്ട് CPM ഏറ്റുമുട്ടുന്ന ഏതെങ്കിലും ഒരു സീറ്റ് പറഞ്ഞു. പറയട്ടെ. രണ്ടാമത്തെ കാര്യം, കേരളം കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് പോയി തമിഴ്നാട്ടിലേക്ക് പോയാൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റർ അടിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് തൊട്ടപ്പുറത്ത് പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയന്റെ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കൃഷ്ണൻകുട്ടിയുടെ ഫോട്ടോവും അതുപോലെ തന്നെ LDF നേതാവ് മാത്യു ടി തോമസിന്റെ ഫോട്ടോവും വെച്ചിട്ട് തൊട്ടപ്പുറത്ത് NDA കർണാടകത്തിൽ പോസ്റ്റർ അടിക്കുന്നു. നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ നിലപാടാണ് BJP-യോടുള്ളത്? ഇന്ത്യ രാജ്യത്തിനകത്ത് ഞങ്ങൾ ചെറിയ പാർട്ടിയാ, ഞങ്ങൾ ആ നിലയ്ക്ക് മത്സരിക്കുന്നുള്ളൂ. നിലയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു ഈ കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്ത് BJP-യെ നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്. വേണുഗോപാൽ ആലപ്പുഴയിൽ നിങ്ങൾ അവിടെ BJP-യെ നേരിടുന്നു. 52 സീറ്റാണ്. ഇനി 2 സംസ്ഥാനത്തെ കോൺഗ്രസ് ഉള്ളൂ. ഇനി 2 സംസ്ഥാനത്തേ ഉള്ളൂ, കർണാടകയും തെലങ്കാനയും. ബാക്കിയുള്ളത് നിൽക്കാൻ വെച്ചിരിക്കുക. എന്നിട്ട് വീരവാദം പറയാ. അമേത്തിയും റായ്ബറേലിയും പോയി. അമേത്തി കഴിഞ്ഞ തവണ പോയി. റായ്ബറേലി ഇപ്പൊ ഒഴിവാക്കി. ധൈര്യമില്ല BJP-യുമായി ഏറ്റുമുട്ടാൻ. ഇവിടേക്ക് വരുന്നു. ഇന്ത്യ മുന്നണി നിങ്ങളെല്ലാം ഉണ്ട്. തമിഴ്നാട് നിങ്ങളെല്ലാം ഉണ്ട്. ഈ അതിർത്തി കിടന്ന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചല്ലേ? അപ്പൊ ഇവിടെ എന്തിനാണ് ഉച്ചത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കാൻ കോൺഗ്രസും BJP-യും ഒന്നായി നിൽക്കുന്നു. ഈ കേരളത്തിൽ ഈ ചർച്ച ജനാധിപത്യ രീതിയിൽ നടക്കുന്നതാണ്. അവിടെ സഹിഷ്ണുത കാണിക്കാൻ ക്യാപ്സ്യൂൾ കുഞ്ഞുങ്ങൾ അടക്കം മുഴുവൻ ആളുകളും തയ്യാറാകണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു, ഇന്ത്യയിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര മൂല്യങ്ങൾ തച്ചു തകർക്കുന്ന, ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഭരണഘടനാ സംരക്ഷണത്തിലുള്ള വേദിയാണ്. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ ഭരണഘടന സംരക്ഷിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് പോകും. ഞാൻ ചോദിക്കുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്വം പറയുന്നു ഭരണഘടനയെ സംരക്ഷിക്കാൻ, ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ. ഞങ്ങൾ ഇവിടെ വോട്ട് ചോദിച്ചു നിങ്ങളുടെ അരികെ വരുന്നു. തൊട്ടപ്പുറത്ത് ആരാ മത്സരിക്കുന്നതെന്നേ
ഈനാമ്പേച്ചിയിൽ മരപ്പട്ടിക്ക് എലിപ്പട്ടിക്ക് വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഇല്ലാതിരിക്കാൻ CPM-ന്റെ ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്നവരുണ്ട്. ആ കാര്യത്തിൽ കേവലം ചിഹ്നം നിലനിർത്താൻ വേണ്ടി മാത്രമേ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ BJP-ക്കെതിരെ നിരന്തരം പോരാടുന്നത്. ഇവര് രണ്ട് കാര്യം, ഒരു മിനിറ്റ് ഇവര് നേരത്തെ ഒരു ആക്ഷേപം പറഞ്ഞു. നിരന്തരം MK രാഘവനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളായി CPM കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ അവർ ഉന്നയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 2009-ന്റെയും 19-ന്റെയും 24-ന്റെയും ഇടയിൽ 5 വർഷക്കാലം കൊണ്ട് ഒരു MP-യുടെ ഉത്തരവാദിത്ത നിയമനിർമ്മാണമാണല്ലോ. 5 വർഷക്കാലം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ 11 സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച MP-യുടെ പേര് MK രാഘവൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ രാജ്യസഭയിലെ ഒരു മിനിറ്റ് സുഹൃത്തെ, ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ CPM-കാരാ, ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ. രാജ്യസഭയിലെ സംവാദം 54 സംവാദങ്ങളിൽ പങ്കെടുത്തു ശ്രീ MK രാഘവൻ. ശരാശരി ലോക്സഭയിൽ 54 പറയട്ടെ, ലോകസഭയിൽ 54 സംവാദങ്ങളിൽ പങ്കെടുത്തു MK രാഘവൻ. ലോക്സഭാ സംവാദങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത് 46.7. MK രാഘവൻ പങ്കെടുത്തത് 54 തവണ. ഇനി രാജ്യസഭയുടെ ശരാശരി എന്ന് പറയുന്നത്, സംവാദത്തിന്റെ ശരാശരി 113.5. എവിടെ നിങ്ങളുടെ രാജ്യസഭ MP എത്ര പങ്കെടുത്തു? എവിടെ? രണ്ടാമത്തെ കാര്യം ഒന്ന് പറയട്ടെ. രാജ്യസഭയിലെ ആകെയുള്ള നാളെ നിങ്ങൾക്ക് ബോധ്യം വേണം. ലോക്സഭയെ സംബന്ധിച്ച് സഭാ നേതാക്കളാണ് ചെയ്യേണ്ടത്. ചൗധരിയും ശ്രീ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചതിന് ശേഷമാണ് നമ്മളുടെ MP-ക്ക് അടക്കം ഇത്രയും സംസാരിക്കാൻ സമയം കിട്ടിയത്. ബോധ്യം വേണ്ടേ? സഹിഷ്ണുതയോട് കൂടിയിട്ട് എല്ലാവരും കേൾക്കണം. 2 സ്ഥാനാർത്ഥികളോടും എല്ലാവരോടും കൂടിയാണ്. അതായത് ഇന്ത്യയുടെ ജനാധിപത്യം കേട്ടോളെ. നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. അഭിജിത്ത് പറയണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും വെല്ലുവിളി നേരിട്ട ഘട്ടങ്ങൾ 1949, 1992, അതുപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുജറാത്ത് കലാപം, ബാബരി മസ്ജിദ് തകർത്തത്, ശേഷം 1949 നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ബാബരി മസ്ജിദിനകത്ത് വിഗ്രഹം ഭൂജാതമായത് രാംലല്ല. ഈ ഘട്ടത്തിലെല്ലാം നിങ്ങൾ നോക്കൂ, കോൺഗ്രസ് മൗനമായി നിന്ന് പള്ളി പൊളിക്കുന്നതിന് സാക്ഷിയായി നിന്ന് സഖാവ് AK ബാലൻ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. സഖാവ് AK ബാലൻ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മത്സരം എന്ന്. ഈ ചിഹ്നം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞങ്ങൾ കൃത്യമായ നിലപാട് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾക്ക് ഞങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാനും ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും തന്നെയാണ്. കോഴിക്കോടിന്റെ പാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞു. 1991 എന്ന് പറഞ്ഞ ഒരു വർഷം ഉണ്ടായിരുന്നു. ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ മുഴുവൻ ഒരു ഫ്ലക്സ് ബോർഡ് ഉണ്ട്. ഡോക്ടർ മാധവൻകുട്ടി, ഭാരതീയ വിചാര കേന്ദ്രത്തിലെ ഡയറക്ടർ, RSSന്റെ ഏറ്റവും ഉന്നത സ്ഥാനം. 1991 ഈ ബേപ്പൂർ മണ്ഡലത്തിൽ ആരായിരുന്നു സ്ഥാനാർത്ഥി?
ആരായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി? ജനസംഘത്തിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? അണികൾ പറയുന്നു ജനസംഘത്തിനൊപ്പം മത്സരിച്ച മാരാര് ജനസംഘത്തിനെ കൂട്ടുപിടിച്ച് ബിജെപിക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ CPM-കാരെ സജീവൻ ഇവിടെ ഫ്യൂച്ചർ ഗെയിംസ് റെയ്ഡിന് പിന്നാലെ ഇവിടെ ഫ്യൂച്ചർ ഗെയിംസ് റെയ്ഡിന് പിന്നാലെ ബിജെപിക്ക് ഇവിടെ മേഘ റെയ്ഡിൽ ബിജെപിക്ക് കോടികൾ, വേദാന്ത റെയ്ഡിലെ ബിജെപിക്ക് കോടികൾ, DLF റെയ്ഡിലെ ബിജെപിക്ക് കോടികൾ, അരബിന്ദോ ഫാർമ, അങ്ങനെ ഒരുപിടി കമ്പനികൾക്ക് റെയ്ഡിന് പിന്നാലെ ബിജെപിക്ക് സഹസ്ര കോടികൾ. അഴിമതി രഹിതം എങ്ങനെ പറയാൻ കഴിയും സജീവൻ നിങ്ങൾക്ക്? ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പറയട്ടെ പ്ലീസ്, പറയട്ടെ. അല്ല മറുപടി അല്ല പറയട്ടെ സാർ. ചോദ്യം ബിജെപിയോടാണ്. ബിജെപി പറയട്ടെ. പ്ലീസ് പറയൂ. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ടാണ് പറയട്ടെ. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ടാണ് കോഴിക്കോട് നമ്മൾ ചർച്ചകൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. വളരെ സജീവമായി ചർച്ചയിൽ പങ്കെടുക്കണം. ഒരു മിനിറ്റ് പ്ലീസ്. ശ്രീ VK സജീവൻ, നമ്മൾ പറഞ്ഞു വന്നത് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെ കുറിച്ചാണ്. അപ്പൊ ഇങ്ങനെ കമ്പനികൾക്ക് റെയ്ഡിന് പിന്നാലെ ബിജെപിക്ക് സഹസ്ര കോടികൾ വരികയാണ്. ഉണ്ട് കേൾക്കാം. പറഞ്ഞോളൂ. കേൾക്കാം. ഈ അരുത് പ്ലീസ്. ചർച്ചാലമാക്കല്ലേ പ്ലീസ്. ചർച്ചാലമാക്കരുത് പ്ലീസ്. പറയട്ടോ. ഇലക്ടറൽ ബോണ്ടിനെ കുറിച്ചിട്ടാണ് ഈ അഴിമതി എന്ന് പറയുന്നത്. വീണാ വിജയൻ മേടിച്ചതുപോലെ BJP നേതാക്കന്മാർ മാസപ്പടിയൊന്നും മേടിച്ചിട്ടില്ല. അക്കൗണ്ടിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സർക്കാരിലേക്ക് ടാക്സും വന്നിട്ടുണ്ട്. അതിന് പിന്നെ വേറെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിൽ ബാധ്യതയില്ല. BJPക്ക് മാത്രമല്ല എല്ലാ പാർട്ടികൾക്കും ഇന്ത്യ രാജ്യത്തെ ഇവിടെ മേഘ CPM-ന് പണ്ട് അതിന് താഴെയില്ലാത്തൊരു പാർട്ടിയാണോ ഇന്ത്യയില്? ഇവിടെ വാങ്ങുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തെ ബോണ്ട് വഴി CPM എന്ന് ഈ മുതലാളിമാർക്ക് തോന്നാത്തതിൽ എന്നോട് ദേഷ്യം തോന്നിയിട്ട് സജീവൻ, ഇവിടെ ഇഡി റെയ്ഡിന് പിന്നാലെ സഹസ്ര കോടികൾ ബിജെപിക്ക് എങ്ങനെയാണത്? പിടിച്ചുപറിയല്ലേ? അഴിമതിയല്ലേ? കേരളത്തില് ഇല്ലാത്ത പറ്റില്ല. ഒരു കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഗിരീഷ് പറഞ്ഞല്ലോ. ഗിരീഷ് നേരത്തെ പറഞ്ഞു എന്താ മാധവൻകുട്ടി സ്ഥാനാർത്ഥിയായപ്പോ ആർക്കാണ് വോട്ട് ചെയ്തെന്നൊക്കെ ഇവിടെ ചോദിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം CPM ജനസംഘം ഒരുമിച്ച് മത്സരിച്ചത്. ഈ കോഴിക്കോട്ടെ ഞാൻ പറഞ്ഞത് ഈ കോഴിക്കോട്ടെ കാര്യം പറഞ്ഞത് RSSന്റെ കൂടെ RSSന് MLA ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടെ ഗുണ്ടകളുടെ അടി കൊണ്ടിട്ട് CPM-കാർ ഓടിക്കയറുന്നത് BJP ഓഫീസിലേക്ക്. പശ്ചിമ ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ CPIM തിരിച്ചു BJPക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് പശ്ചിമ ബംഗാളിൽ CPIM തിരിച്ചു BJPയുടെ ഒരു ആവശ്യവും പശ്ചിമ ബംഗാളിൽ ഞങ്ങൾക്കില്ല. ജനസംഘം അക്കാലത്ത് EMS-നെതിരായിട്ടാണ് നിന്നത്. EMS-നെതിരായിട്ട് പട്ടാമ്പിയിൽ EMS-നെതിരായിട്ട് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയവരാണ് ഇവർ. ഏറ്റവും കൂടുതൽ റിയാസ് മൗലവി വധത്തിൽ ഒത്തുകളി ആരോപിക്കണം. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും RSS-ഉം പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തിയതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് റിയാസ് മൗലവിയെ ദാരുണമായി കൊന്നുകളഞ്ഞ വർഗീയവാദികളെ സംരക്ഷിക്കുന്ന പോലീസ് നടപടി ചെയ്തു കൊടുത്തത് ഇവരാ. നോക്കൂ, ബഷീർ എന്ന് പറയുന്ന നോക്കൂ
KM ബഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വാഹനമിടിച്ച് കൊന്നുകളഞ്ഞ നരാധവനെ, ആ നരാധവനെയും വലിയ പദവികളിലേക്ക് കൊണ്ടുപോയത് ആർക്ക് വേണ്ടി? ഇവര് പറയണ്ടേ റിയാസ് മൗലവിയുടെ നാടമുണ്ടോ? റിയാസ് മൗലവിയെ കൊന്നുകളഞ്ഞ അല്ലെങ്കിൽ സംരക്ഷണം കൊടുത്തില്ലവർ. ഈ രീതിയിൽ കേരളത്തിലെ സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നവരുടെ സംരക്ഷകരായി മാറുന്ന കാഴ്ച കാണുന്നു. ഒത്തുകളി സംസ്ഥാന സർക്കാരും റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് കോടതിയിലെത്തി. അതിന്റെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരാളും എന്തെങ്കിലും അസ്വാഭാവികമായി നടന്നു ഇതുവരെ പറഞ്ഞിട്ടില്ല. കോടതിയാ വിധി പറഞ്ഞത്. കോടതി പറഞ്ഞല്ലോ അന്വേഷണം ദുർബലമാണെന്ന്. നിങ്ങളുടെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ് കൊടുത്ത ഇത്രയും ഗുരുതരമായ കേസിൽ പിണറായി വിജയന്റെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് സംഘപരിവാറിനൊപ്പമാണ്. സംഘപരിവാറിനെ സംരക്ഷിക്കുന്നതാണ്. അഭിജിത്തിനോട് ഒരു ചോദ്യം ചോദിക്കാനല്ലേ? അഭിജിത്തിന്റെ ഈ സംസാരം കേട്ടതൊന്നും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് അല്ല, ലോകസഭാ തെരഞ്ഞെടുപ്പാ. നിങ്ങൾ BJP യെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. ഇവിടെ BJP യെ കുറിച്ച് നിങ്ങൾ ഒന്നും പറയാത്തത് നാളെ നിങ്ങൾ BJP-യിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ BJP-യുടെ ബാന്ധവം. ഒറ്റ ചോദ്യം. ഈ രാജ്യത്ത് ഇപ്പം വലിയ വായിൽ വർത്തമാനം പറയുന്നത് ബംഗാളില് 2009 CPM-ന്റെ ഒറ്റ കാര്യം, ഇവർ വലിയ വായില് വർത്തമാനം പറയുന്നത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ശക്തികൾക്ക് ശക്തി പകരാണെന്ന് പറഞ്ഞു. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 33% ബംഗാളില്. 2019 എത്തുമ്പോഴേക്കും അത് വെറും 5%-ലും താഴെയായി പറയട്ടെ. BJP 40%-ലേക്ക് അവിടെ കോൺഗ്രസിന് കൃത്യമായ വോട്ട് ഷെയർ ആ സമയത്തുമുണ്ട്. എവിടെയാ അവര് വോട്ട് പോയത്? മണിപ്പൂരിൽ 44 സീറ്റാ കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ചത്. 44 ഹോൾസെയിലായി BJP കൊടുത്തു. ഇപ്പൊ സ്ഥാനാർത്ഥിയെ നിർത്താനില്ല കോൺഗ്രസിന്. എന്നിട്ടാ ബംഗാളിലെ കാര്യം പറയണേ. സ്ഥാനാർത്ഥിയെ നിർത്താനില്ല. ബംഗാളിൽ ക്ഷയിച്ച് ഒരു MLA പോലും ഇല്ലാതായി പോയെന്നാ പറയുന്നത്. ബംഗാളിൽ ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. എവിടെ കോൺഗ്രസ്? ആരായി പറയുന്നത്? ഇന്ത്യ മുഴുവൻ 454 സീറ്റ് ലഭിച്ച കോൺഗ്രസിന് 44. 2 സംസ്ഥാനങ്ങളിൽ ഇപ്പൊ വരണുള്ളൂ. 2 സംസ്ഥാനങ്ങളില് വടായി പറയാ. ഇതാണ് ചോദ്യം. ഇവര് പറയുന്ന ഇന്ത്യ ചോദിക്കാനുള്ളത്, ആസാമിലെ മുൻ PCC പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് ബിശ്വാസ് ശർമ്മ, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി നാരായണ റാണെ, ഇരുപേരും നേരത്തെ ED കേസിലെ പ്രതികളായിരുന്നു. നിങ്ങളടുത്ത് വന്നപ്പോ ആ കേസ് എന്തുകൊണ്ട് പോയി? നിങ്ങളടുത്ത് വന്നിട്ട് എന്ത് അഴിമതി കാണിക്കാന്നോ? കോൺഗ്രസ് മാത്രം അവിടെ നിന്നിട്ട് കാണിക്കേണ്ടതാണോ നിങ്ങൾ? നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോ അഴിമതി നടത്തിയ ഒരാളും പുറത്ത് നിൽക്കൂല. മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകൾ വരുന്നതാണെങ്കിൽ ഇനിയും വരും. ഒരു ഒറ്റക്കാരും കൂടെ നേരത്തെ അനുബന്ധമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ 2 സംസ്ഥാനത്ത് 2 നിലപാടൊക്കെ തന്നെയാണ്. ഞാൻ പറയാം. 2012 ഏപ്രിൽ 4 മുതൽ 9 വരെ ഈ കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള CPM-ന്റെ പാർട്ടി കോൺഗ്രസിലെ പ്രമേയമാണിത്. എന്താണെന്നറിയോ? റൈറ്റ്സ് ഓഫ് ബംഗാൾ റെഫ്യൂജീസ്, CAA നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയമാണ്. കഴിഞ്ഞ ദിവസം ഗിരീഷ് അന്ന് വള്ളി വിളിച്ചിരുന്നു. ഞാൻ പറയാം, CPM-ന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ അതിന് പ്രതിഷേധിക്കുന്ന എന്താ കാരണം? ഇന്ത്യയുടെ മതനിരപേക്ഷ തകർത്ത് പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിയിരിക്കുന്നു. അതിനെതിരായിട്ടാ ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. കോൺഗ്രസ് മിണ്ടിയില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ദേശീയ അധ്യക്ഷൻ ഇതുവരെ ഇവിടെ ബംഗാൾ റെഫ്യൂജി പ്രശ്നമല്ല.
ഇവിടെ മതം അടിസ്ഥാനമാക്കി, അതാണ് പ്രശ്നം. അതായത് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന്, അതായത് മതരാജ്യങ്ങളിൽ നിന്ന് മതപരമായിട്ടുള്ള പീഡനമേറ്റ് തിരിച്ചു വന്നിട്ടുള്ള ഏതാണ്ട് 10,000-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ്. എന്തേ ശ്രീലങ്ക ഇല്ലാത്തത്? എന്താ ശ്രീലങ്ക ഇല്ലാത്തത്? എന്താ അഫ്ഗാനും പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമായത്? അഫ്ഗാനും ബംഗ്ലാദേശും പാകിസ്ഥാനും മാത്രമായത്? എന്താ ശ്രീലങ്ക ഇല്ലാത്തത്? എന്തേ അഫ്ഗാനും ബംഗ്ലാദേശും പാകിസ്ഥാനും മാത്രമേ ഉള്ളൂ? ശ്രീലങ്ക അടക്കമുള്ള മറ്റു രാജ്യങ്ങളില്ലാത്ത എന്താ? നിങ്ങൾ എന്തിനാ മതത്തിന്റെ അതേ പാകിസ്ഥാനിലടക്കം മുസ്ലിം മൈനോറിറ്റി ഉണ്ടല്ലോ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ രാജ്യത്തെ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നടപടി BJP സ്വീകരിക്കുന്നു. ആ CAA നടപ്പിലാക്കാൻ ഈ രാജ്യത്തെ കോൺഗ്രസ് അനുവദിക്കില്ല. നിങ്ങൾക്ക് തർക്കം വേണ്ട, നിങ്ങൾക്ക് തർക്കം വേണ്ട. ഈ രാജ്യത്തെ മതത്തിന്റെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. BJPയും ഒരേപോലെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. 2003-ൽ സാക്ഷാൽ മൻമോഹൻ സിംഗ് അന്നത്തെ ആഭ്യന്തരമന്ത്രി LK അദ്വാനിയെ കണ്ട് CAA നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോ ഈ ന്യായം പറഞ്ഞില്ലല്ലോ. ഒരിക്കലും മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, പറയുകയില്ല. എന്ത് നെറുകേടും പറയുന്ന BJP-ക്കാരൻ, എന്ത് നെറുകേടും പറയുന്ന BJP കാണിക്കട്ടെ. എവിടെ ഉണ്ട്? എവിടെ പറഞ്ഞു? എന്ത് കളവും പറയുന്ന വിഭാഗമായി BJP മാറുക. നിങ്ങൾ ഇലക്ട്രൽ ബോർഡിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇലക്ട്രൽ ബോർഡിന്റെ അല്ല, ചോദിക്കാതെ ചോദിക്കട്ടെ. BJP-ക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറന്നു പോണ്ട. CAA കുറിച്ച് വലിയ വാചാലന്മാരാകുന്ന CPM-കാരെയും CPM-ന്റെ പ്രതിനിധിയും കണ്ടു. ഞാൻ ഒറ്റ കാര്യം പറയും. ഈ കോഴിക്കോട് ജില്ലയിലാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിപാടി നടക്കുന്നത്. ഈ കോഴിക്കോട് ഈ ബീച്ചിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം 2 കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്തേക്ക് CAA ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ പോലീസ് കള്ളക്കേസെടുത്ത് 6 ദിവസക്കാലം 54 കോൺഗ്രസ് പ്രവർത്തകന്മാര് ജയിലിൽ കടന്ന ഒരാളിലാണ് ഞാൻ. 54 പേരുള്ള CAA കേസിനകത്ത് കൈ അടിച്ചോടിച്ച് 6 ദിവസക്കാലം ജയിലിൽ കിടന്ന ഒരാള്. ആ കേസിനകത്ത് ഞങ്ങള് കോടതിയിൽ പോയി കള്ളക്കേസാണെന്ന് നിയമപരമായി ഞങ്ങൾ വാദിച്ച് അതിനകത്ത് തെളിവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കെതിരെ ഈ കേസ് എടുക്കാനും ഈ കേസ് വിചാരണ നടത്താനും വേണ്ടി ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസും ആഭ്യന്തര വകുപ്പും തയ്യാറായി. ഇതേപോലെ 100 കണക്കിന് കേസ് 8,500 രൂപ ഞാൻ മാത്രം CAA കേസിനകത്ത് ഫൈൻ അടച്ചിട്ടുണ്ട്. CAA-യുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ വേണ്ടി പറ്റാവുന്ന എല്ലാം പിൻവലിച്ചു. കോഴിക്കോട്ടെ കേസ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് പോലീസിനെ ആക്രമിക്കുന്നു. കേന്ദ്ര സർക്കാർ CAA കൊണ്ടുവന്നതിന് എന്തിന് കേരളത്തിലെ പോലീസിനെ ആക്രമിച്ചു? എന്തിന് PWD ഓഫീസ് ആക്രമിച്ചു? എന്തിന് പൊതുമുതൽ നശിപ്പിച്ചു? ഇവരെ സംബന്ധിച്ച് വോട്ടിനുള്ള മാനദണ്ഡം മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ ഇപ്പോഴും കേസിൽ ഫൈൻ അടച്ചു പോകേണ്ടി വരുന്നത്. നിങ്ങളുടെ ഒരു ആത്മാർത്ഥതയുമില്ലാതെ CAA കേസിൽ ഒരു ആത്മാർത്ഥതയും കാണിക്കാത്ത ആളുകളാണ് നിങ്ങൾ. എത്ര കണക്കിന് ആളുകളുടെ ഫൈൻ അടച്ചു? 1 മിനിറ്റ് അശ്വി, ഇവർ പറയുന്നുണ്ട് കേട്ടോ. ഈ ബീച്ചിൽ 2 കാര്യങ്ങൾ കൂടി പറയുന്നു. ഇവര് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ രാജ്യത്താകമാനം മതം പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ആളുകളാണ് BJP-ക്കാർ. തർക്കം നിങ്ങൾക്ക് വേണ്ട. തൊട്ടപ്പുറത്ത് ആവിക്കൽ തോടിൽ, തൊട്ടിപ്പുറത്ത് കോതിയിൽ ജീവിക്കാൻ വേണ്ടി പോരാടിയ മനുഷ്യരെ വർഗീയവാദികളെന്ന് മുദ്ര കുത്തിയത് CPM-ന്റെ പാർട്ടി സെക്രട്ടറി. പറയല്ലേ നിങ്ങൾ? അപ്പൊ ചർച്ചകൾ തുടരുക. ചെറിയൊരു ഇടവേള. അപ്പൊ കോഴിക്കോട് രാഷ്ട്രീയം പറയാണ്, വളരെ സജീവമായും കുറച്ച് അഗ്രസീവ് രാഷ്ട്രീയം പറയാണ്. ഓക്കെ. ഇവിടെ ചോദ്യം. ഒരു ചോദ്യം. ഒരു ചേച്ചി എത്ര ആളുകൾക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട്? എത്ര ആളുകൾക്ക് പെൻഷൻ? CPM-ആരായാലും BJP-ക്കാരായാലും കോൺഗ്രസ്സുകാരായാലും ഈ ഭരണത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, എത്ര ആളുകൾക്ക് പെൻഷൻ കൊടുത്ത്? മാവേലി സ്റ്റോറിൽ എന്തുണ്ടോ? മാവേലി സ്റ്റോറിൽ എന്തുണ്ടോ? ഗ്യാസിന്റെ വില എന്താ ഉടായ്പ വർത്താനം പറയുന്നത്? ആദ്യം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ ഈ
CPM ഇവിടെ വന്ന് കൂടുന്നേ. CPM BJP കൂടുന്ന ഈ സഭക്ക് അലങ്കോലാക്കാൻ വേണ്ടിയാ. BJP ആരുമില്ല, ആരുണ്ട്? BJP ആരുണ്ട് ഇവിടെ? അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സാ. എന്താണ് ഞാൻ കോൺഗ്രസ്സാ. അതുകൊണ്ട് പെൻഷൻ കിട്ടിയോ? കുറെ പാപ്പന്മാര് കാക്കമാരുണ്ടല്ലോ, എവിടെ പോയി? ആരുണ്ടാക്കി? ആര്? പെട്രോളിന് വാങ്ങിയോ? പെട്രോളിന് വില പറയും. പെട്രോളിന് വില പറയും. പെട്രോളിന് ഉണ്ടാക്കിയോ? പെട്രോളിന് വില എന്താക്കി? ഡീസല്, ഗ്യാസ് 450 രൂപ ഉള്ള സമയത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ ഗ്യാസ് കൊടുത്തത്. ഇപ്പൊ 1120 കൊടുക്കില്ലേ? അത് എവിടുത്തെ ഭരണം? അത് എവിടുത്തെ ഭരണം? പെട്രോളിന് വില, പെട്രോളിന് വില, മാവേലി സ്റ്റോറ്. ശരി ഓക്കെ പെൻഷൻ കൊടുത്തോണ്ടിരിക്കുന്നു. പെൻഷൻ കൊടുത്തോണ്ട് പെൻഷൻ കൊടുത്തോണ്ടിരിക്കുന്നു. വീട്ടിൽ പോയി നോക്കി പെൻഷൻ കിട്ടിയെന്ന് 25 മാസം കുടിശ്ശിയാക്കിയവരാ പറയണത്. പെൻഷൻ കൊടുത്തോണ്ടിരിക്കുന്നു, പെൻഷൻ കൊടുത്തോണ്ടിരിക്കുന്നു, പെൻഷൻ കൊടുത്തോണ്ടിരിക്കുന്നു. മാവേലീശ്വറിന്റെ സ്ഥാനമുണ്ട്, മാവേലീശ്വറിന്റെ സ്ഥാനമുണ്ട്. രണ്ട് ഭരണകൂടങ്ങൾ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി സമാനമായി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലുള്ള തെരഞ്ഞെടുപ്പാ. BJP പിക്ചറിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, LDF UDF ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചിത്രത്തിലില്ലാത്ത BJP മൂന്നാം സ്ഥാനത്ത് നോട്ടയോ BJP ഒന്ന് നമുക്ക് നോക്കി കാണാം. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിക്കെതിരെയുള്ള ജനവിധിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും. അതേപോലെ പെൻഷൻ കൊടുക്കാത്ത, സപ്ലൈകോയിൽ സാധനമില്ലാത്ത, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇവിടുത്തെ USS LSS കുട്ടികൾക്ക് അവരുടെ പൈസ പോലും കൊടുക്കാത്ത, അതിനെല്ലാം അപ്പുറത്ത് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊന്നുകളഞ്ഞ LDF-ന്റെ ചിങ്കിടികൾക്ക് കൊടുക്കുന്ന തിരിച്ചടിയായിരിക്കും പെൻഷൻ കൊടുക്കാത്തതും. ഒറ്റക്കാരമേ പറയാനുള്ളൂ, ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി മത്സരിക്കുന്ന LDF-ഉം 50 സീറ്റ് തേക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ഈ കോൺഗ്രസും പറയുന്നത് കേൾക്കൂ. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഈ ജനങ്ങളെ പറ്റിക്കാനുള്ള ഈ അടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ നല്ലതാണെന്നുള്ള ഒറ്റ അഭിപ്രായമായിരിക്കുള്ളൂ. 2004 ആവർത്തിക്കുമെന്നാണ് ശശി തരൂർ പറഞ്ഞത്. 2004 ആവർത്തിക്കുമെന്ന് ശശി തരൂർ പറഞ്ഞു. 2004 ആവർത്തിക്കും. ശശി തരൂർ ഈ രാജ്യം BJP-യിൽ നിന്ന് ഇന്ത്യ സഖ്യം തിരിച്ചു പിടിക്കും. അന്ന് നിങ്ങൾ BJP-ക്ക് പിന്തുണ കൊടുക്കാതിരുന്നാൽ നല്ലത് എന്ന് പറയാനുള്ളൂ. 2004 എന്തുണ്ടായിന്ന് പറഞ്ഞോ? സോണിയാഗാന്ധി കാറും എടുത്ത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യക്ക് വേണ്ടി രാജ്യത്തെ തിരികെ പിടിക്കാൻ, ജനാധിപത്യത്തിന്റെ ബഹുസ്വരതയുടെ മതനിരപേക്ഷയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾ ഈ തർക്കം വേണ്ട. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ നിങ്ങൾ നോക്കട്ടെ, ഇലക്ട്രൽ ബോണ്ട് അടക്കം കൊള്ള നടത്തിയ നിങ്ങൾ, ആ കൊള്ള ITA, CBI നിങ്ങളുടെ പോഷകച്ചെല്ലുകളാക്കി മാറ്റിയ BJP ഭരണകൂടത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരസ്കരിക്കും. ഈ രാജ്യത്തുള്ള അന്വേഷണ ഏജൻസികളെല്ലാം പോഷക സംഘടനകളാക്കിക്കൊണ്ട് EDA, CBI, ITA എല്ലാം ദുരുപയോഗം ചെയ്ത് കോടിക്കണക്കിന് കള്ളപ്പണം ഉണ്ടാക്കുന്ന BJP പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയെ മാതൃകയാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ആ കേരളം എല്ലാ ഇൻഡെക്സിലും ഒന്നാം സ്ഥാനത്താണ്. എല്ലാം ഇന്ത്യ ലോകത്തെ മാതൃകയായി കാണുന്ന സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ ഈ കേരളത്തിലില്ല. നിങ്ങൾക്ക് എന്തിനു വോട്ട് ചെയ്യണം? ഒന്ന്, ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം മുന്നിലാണ്. നിങ്ങൾ ഓർക്കണം, പട്ടിണി രാജ്യത്തിൽ ഇന്ത്യ എല്ലാം സോമാലിയേക്കാളും പിന്നിലായി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രമേൽ താഴോട്ട് തൊഴിലില്ലായ്മ പെരുകുന്നു. 50 രൂപക്ക് പെട്രോൾ കൊടുക്കുന്നു പറഞ്ഞു, നിങ്ങൾ കൊടുത്തില്ല. 2 കോടി ആളുകൾക്ക് ജോലി നൽകുന്ന വർഷം ഒരു ചോദ്യം CPM ഉത്തരം പറയാൻ അവസരം നൽകണം.
CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതുപോലെ തന്നെ മുൻ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, ഭാര്യ ബൃന്ദ കാരാട്ട്, ഇവരൊക്കെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യും? ഒന്നാമത്തെ കാര്യം. രണ്ട് BJP പ്രതിനിധികൾ. കോൺഗ്രസിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് രണ്ട് കൂട്ടരും കൂടെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ അടിയുണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പല വേദിയിലും പറയുന്നു സൗഹൃദ മത്സരമാണ് നടക്കുന്നത്. ഇപ്പൊ ഗിരീഷ് പറഞ്ഞു 2004 ആവർത്തിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് നിങ്ങൾ ഒരുമിച്ച് ജൂൺ 4-ാം തീയതി കഴിഞ്ഞ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾ കണ്ടോളൂ. അപ്പൊ 2004 ഏതാണ്ട് ബോധ്യപ്പെട്ടു. അതിന്റെ അലയൊലികളാണ് നമ്മൾ അന്വേഷണ ഏജൻസികളെ വെച്ച് ഭരണകൂട ഭീകരത ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. 2024 തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ ഇപ്പൊ BJP-ക്കാരനും സമ്മതിച്ചല്ലോ, BJP-യുടെ ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കുന്ന ദിനമായിരിക്കും. കോഴിക്കോട് രാഷ്ട്രീയം പറയുകയായിരുന്നു. തൽക്കാലം ഇവിടെ പൂർണ്ണമാണ്. ഇവിടെ ചർച്ചകൾ തുടരുകയാണ്. നമ്മൾ ഈ കാണുക നാളെ പൊന്നാനിയിലാണ്, പൊന്നാനി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. ഗുഡ് ബൈ.